അമ്മയും അച്ഛനും 4 പെൺകുട്ടികളും അടങ്ങുന്ന ദളിത് കുടുംബം താമസിക്കുന്ന ഒരു ഷെഡാണിത്. ഇവർക്ക് അന്തിയുറങ്ങാൻ നല്ലൊരു വീടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊരു മരണം ആ മാതാവിന് സംഭവിക്കില്ലായിരുന്നു. നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ പദ്ധതികൾ ഏറെയുണ്ടെങ്കിലും പാവപ്പെട്ടവന് സുരക്ഷിതമായ വീട് കിട്ടാനുള്ള നീണ്ട നടപടികളുടെയും സാങ്കേതിക കടമ്പകളുടെയും ഒരു ഇര കൂടിയാണ് ഈ മരിച്ച സുനിത എന്ന 34-കാരി. ആ ഒറ്റമുറി വീട്ടിൽ അമ്മയെ നഷ്ടപ്പെട്ട് തേങ്ങിക്കരയുന്ന 4 പെൺകുട്ടികളെ എന്തു പറഞ്ഞാണ് നമ്മൾ ആശ്വസിപ്പിക്കുക? പ്രകൃതി പോലും ഇത്തരത്തിലുള്ള പാവങ്ങളെ വേട്ടയാടി തോൽപ്പിക്കുന്നു. കനത്ത മഴയിൽ മരം വീണാലോ എന്ന് പേടിച്ച് ആ കൂരയിൽ നിന്നും 4 കുട്ടികളെയും കൊണ്ട് മാറി താമസിച്ചുവെങ്കിലും വിധി മറ്റൊരു മരത്തിന്റെ രൂപത്തിൽ തന്നെ അവരുടെ ജീവനെടുക്കുകയായിരുന്നു. മലപ്പുറം വണ്ടൂർ പോരൂർ പഞ്ചായത്തിലെ ചെന്നൈയിൽ നഗർ നെച്ചിലൻ സുനിതയാണ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത്. ലൈഫ് അടക്കമുള്ള ഭവന പദ്ധതികളിൽ ഒന്നിലും ദലിത് വിഭാഗത്തിൽപ്പെട്ട സുനിതയുടെ കുടുംബത്തിന് വീട് ലഭിച്ചിരുന്നില്ല. അർഹതയുണ്ടായിട്ട് പോലും നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് തഴയപ്പെട്ടു. ഒടുവിൽ ഭർത്താവിന്റെ തറവാട് വീടിന് സമീപം താൽക്കാലിക സ്ഥലത്ത് ഷെഡ് വെച്ചാണ് ഇവർ താമസിച്ചു വന്നിരുന്നത്. ഫ്ലെക്സ് കൊണ്ട് മേൽക്കൂര കെട്ടി പ്ലാസ്റ്റിക് ഷീറ്റുകൾ 4 ഭാഗവും ചുറ്റി ഒട്ടും സുരക്ഷിതമല്ലാത്ത ആ ഷെഡിലാണ് 4 പെൺകുട്ടികൾ അടങ്ങുന്ന കുടുംബം കഴിഞ്ഞു വന്നിരുന്നത്. ഇതിനിടെ കഴിഞ്ഞ മാസം 28-ന് ശക്തമായ മഴയും കാറ്റും വരുന്നത് കണ്ടപ്പോൾ ഷെഡിന് മുകളിൽ മരം വീണാലോ എന്ന് ഭയന്ന സുനിത മക്കളായ നിരഞ്ജന, നിവേദിത, നന്ദിത, നവനിത എന്നിവരെയും കൂട്ടി ബന്ധുവായ ശാന്തയുടെ വീട്ടിൽ അഭയം തേടുകയായിരുന്നു. ശക്തമായ മഴയും കാറ്റുമുള്ള സമയത്താണ് ഇവർ അങ്ങോട്ട് പോകുന്നത്. മക്കൾ മുന്നിലോടി ആദ്യം വീട്ടിലേക്ക് കയറിയെങ്കിലും തൊട്ടു പിന്നാലെ ഓടിയെത്തി അടുക്കള ഭാഗത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ സുനിതയുടെ ദേഹത്തേക്ക് മരം കടപുഴകി വന്ന് പതിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് സുനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. സുനിതയുടെ ഒരു മകൾക്കും നിസാരമായി പരിക്കേറ്റിരുന്നു. അപകട സമയത്ത് ഭർത്താവായ വാസു സ്ഥലത്തുണ്ടായിരുന്നില്ല. അപകടം പറ്റി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോഴും മക്കൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ എന്ന് മാത്രമാണ് ആ അമ്മ ചോദിച്ചത്. സുനിതയുടെ ഇതുവരെയുള്ള ചികിത്സാ ചിലവുകൾ നാട്ടുകാരുടെ സഹായത്തോടെയാണ് കണ്ടെത്തിയിരുന്നത്. അമ്മ ചികിത്സയ്ക്കു ശേഷം സുരക്ഷിതമായി തന്നെ തിരിച്ചെത്തുമെന്ന വിശ്വാസത്തിലായിരുന്നു LKGക്കും 10ാം ക്ലാസ്സിനും ഇടയിൽ പഠിക്കുന്ന 4 പെൺകുട്ടികൾ. എന്നാൽ കഴിഞ്ഞ ദിവസം ആ ഒറ്റമുറി വീട്ടിലേക്ക് അമ്മയുടെ ചേതനയറ്റ ശരീരം എത്തിച്ചപ്പോൾ മക്കൾക്കും ബന്ധുക്കൾക്കുമൊപ്പം ഒരു നാട് തന്നെ തേങ്ങുന്ന അവസ്ഥയിലായിരുന്നു. നിർധന ദളിത് കുടുംബമായിട്ടും ഒരു ഭവന പദ്ധതിയിൽ പോലും ഇവർക്ക് വീട് കിട്ടിയിട്ടില്ല. സ്വന്തമായി സ്ഥലവുമില്ല. എന്നാൽ ഇത്തവണ PMAY പദ്ധതിയിൽ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വാർഡംഗമായ T സഫാറംഷി പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.